ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് മെയ് ജൂൺ മാസങ്ങളിലെ ഗുണദോഷഫലങ്ങളാണ്. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ 2 മാസങ്ങളിൽ ചതുർയോഗം ഉള്ള സമയമാണ്. അതുകൊണ്ട് കർമ്മരംഗത്തൊക്കെ നല്ല പുരോഗതി ഉണ്ടാവും. കോടതി കേസുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ രംഗത്തൊക്കെ നേട്ടം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യം അത്ര നല്ലതല്ല. ആരോഗ്യം മോശമാകാനുള്ള ഇടയുണ്ട്. അത് തുടർന്ന് ആരോഗ്യം മോശമാകുന്നതിനെ തുടർന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ, ആശുപത്രി വാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ചില തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. സാമ്പത്തിക ബാധ്യത വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറുന്നത് നല്ലതായിരിക്കും. അരുതാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അറിവില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികം ഇറക്കുക, പണം നിക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറുക. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നതാണ്. തൊഴിൽ തർക്കങ്ങളിലൊക്കെ ഒരുവിധം പരിഹരിക്കപ്പെടും. പിതൃ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനുള്ള സാധ്യത ചില തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. ഭൂമി സംബന്ധമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടും. ലഭിക്കേണ്ട സഹായങ്ങൾക്കൊക്കെ കാലതാമസം ഉണ്ടാകുന്ന സമയമാണ്. ലോണായിക്കോട്ടെ, മറ്റു രീതിയിലുള്ള മറ്റെന്തെങ്കിലും ധനസഹായമായിക്കോട്ടെ, അതൊക്കെ കാലതാമസം നേരിടും. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുമായിട്ട് ഗ്രഹവുമായിട്ട് ചേർന്നിട്ട് അനുബന്ധമായിട്ടുള്ള ഭൂമി വാങ്ങാനുള്ള യോഗം ചില തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. പൊതുവേ നിങ്ങൾക്കൊരു നിരാശാബോധമൊക്കെ ഉണ്ടാവുമെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിക്കുകയൊന്നുമില്ല. എങ്കിലും മനസ്സിലൊരു വേദന എപ്പോഴും ഉണ്ടാവും. സമൂഹത്തിൽ മാന്യത നേടിയെടുക്കാനായിട്ട് അഹിതങ്ങളായ പല പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പലതും ചെയ്യും. ജീവിതത്തിലെ കണക്കുകളൊക്കെ നോക്കിയാൽ ലാഭത്തെക്കാളേറെ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് ഓർത്ത് സദാ സങ്കടത്തോടെ അല്ലെങ്കിൽ വിഷണ്ണനായി ഇരിക്കാനുള്ള സാഹചര്യം കാണുന്നു. ഈശ്വരചിന്ത ഈ സമയങ്ങളിൽ ഈശ്വരചിന്ത കൂടുതലായിട്ട് കാണുന്നു. കൃഷിയിൽ നിന്നും നേട്ടവും കാണുന്ന സമയമാണ്. നിങ്ങൾക്ക് ജൂൺ മാസം അവസാനമൊക്കെ ആകുമ്പോൾ രോഗങ്ങളിൽ നിന്ന് മോചനമൊക്കെ ഉണ്ടാവും. എങ്കിലും ജീവിത പങ്കാളി, ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്ക് ജീവിത പങ്കാളിൽ നിന്ന് ഉള്ള അഹിതങ്ങളായ പ്രവർത്തനങ്ങളൊക്കെ മനോക്ലേശത്തിന് ഇട നൽകുന്ന സമയവും കൂടിയാണ്. പൊതുവെ ചില കാര്യങ്ങളിലൊക്കെ ഗുണമാണെങ്കിലും പൊതുവെ അത്ര കണ്ട് നല്ലതല്ല തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2 മാസം. പൊതുവെ ജൂൺ മാസം ആദ്യത്തോടുകൂടിയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട അനാരോഗ്യം, ഹൃദ്രോഗം ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യമുണ്ട്. മൊത്തത്തിൽ ഒരു മോശമായ സാഹചര്യത്തിലൂടെയാണ് പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർ പോകേണ്ടത്. തീർച്ചയായിട്ടും ഈശ്വരചിന്തകൾ വേണ്ട സമയമാണ്, കരുതൽ വേണ്ട സമയമാണ്. പൊതുവെ ഈ തുറന്നടിച്ചുള്ള അഭിപ്രായങ്ങൾ നിർത്തുക, അതുപോലെ തന്നെ ഓവറായിട്ട് ദേഷ്യപ്പെടുക, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. കഴിയാവുന്ന പ്രാണായാമം പോലുള്ള യോഗാമുറകൾ അഭ്യസിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലുമൊക്കെ ശിവക്ഷേത്രം ദർശിക്കുക. ശിവപ്രീതിക്കായിട്ട് ജലധാര, അഘോരമന്ത്രാർച്ചന, വില്ലോത്ര മന്ത്രാർച്ചന തുടങ്ങിയവ നൽകുന്നത് ഗുണകരമായിരിക്കും. ഇപ്പോഴും ശിവഭജനത്തിൽ മുഴുകുന്നത് ഗുണകരമാണ്. ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ടുള്ള ആത്മബലം ഭഗവാനെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക. സമസ്താപരാധങ്ങളും പറഞ്ഞ് ഭഗവാനിൽ അഭയം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിത്തരും. ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.